ഇന്നത്തെ കഥ എന്ന് പറഞ്ഞാല് ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം കേട്ടോ. അതായത് ഞാനും റഫീഖും കൂട്ടി കറവത്തൊരു ഹോട്ടൽ നടത്തുന്ന സമയത്തേ, അപ്പൊ ഒരു ചങ്ങായി സ്ഥിരമായിട്ട് വൈകുന്നേരം ചായ കുടിക്കാൻ വരും. ചായ കുടിക്കാനല്ല, ഞങ്ങൾക്ക് അന്ന് കുബൂസിന്റെ പരിപാടി ഉണ്ട്, ഈ ഷവർമ്മൊക്കെ. അപ്പൊ ഒരു കുബൂസിന് 5 റുപ്യാണ് മേടിക്കുക, ഞങ്ങൾക്ക് കിട്ടുക 3 റുപ്യക്കാ. 2 റുപ്യാണ് ലാഭം കിട്ടുക. ഇയാൾ വരിക വൈകുന്നേരം ഡെയിലി വരും, 2 കുബൂസ് അയക്കുക. അപ്പൊ 2 കുബൂസ് അയക്കാൻ ഇയാൾക്ക് ഒരു പ്ലേറ്റിൽ 2 കുബൂസ് കൊണ്ടുവരണം. അതിക്ക് കറി ഉണ്ട്, നമുക്ക് പൊറോട്ടൊക്കെ കിട്ടുന്ന കറിയില്ലേ, അതൊരു പ്ലേറ്റിൽ വേറെ കൊടുക്കണം. ഇയാൾ ചായ കുടിക്കില്ല, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണം ആൾക്ക്. അത് കഴിഞ്ഞാൽ വേറെ മൂപ്പർക്ക് ഫാൻ ഇട്ട് കൊടുക്കണം. അപ്പൊ ഈ ഫാൻ ഇട്ട് കൊടുത്ത് എന്നിട്ട് നമ്മളിത് 3 പാത്രം കഴിക്കണം കേട്ടോ. മൂപ്പരത് കഴിച്ചു കഴിഞ്ഞാൽ 2 കുബൂസ് നാളെ 4 റുപ്യ കിട്ടുക. 3 പാത്രം കഴിക്കണം, ഫാൻ ഇടണം, ഇതൊക്കെ ഇട്ടിട്ട് മൂപ്പര് ഡെയിലി വന്നിട്ട് കുടിക്കും. എന്നിട്ട് മൂപ്പരത് തിന്നു വെച്ച കുഴപ്പമില്ല. മൂപ്പര് ഇങ്ങനെ ചോദിക്കും, അല്ല എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം കുറവല്ലേ? മറ്റേ ഇയാൾ 2 കുബൂസ് വെച്ചാൽ എങ്ങനെ കച്ചവടം ഉണ്ടാവുക? എന്നിട്ട് അപ്പൊ ഇവര് വന്നിട്ട് ഇയാൾ ഫുള്ള് മാറാക്കുക. അപ്പൊ ക്യാഷ് ഇങ്ങനെ പ്രാന്തിരിച്ചിരിക്കുക. അപ്പൊ ഇയാൾ എന്നിട്ട് കുബൂസ് വെള്ളം കഴിച്ചേ, എങ്ങനെയുണ്ട് മാന കച്ചവടം ചോദിച്ചു. ഞാൻ പറയും കക്കൂസിലെ വെള്ളം മാരിയാണ്, കൂടണമില്ല കുറയണമില്ല, ലെവലിൽ നിൽക്കുകയാണ് പറഞ്ഞു. മൂപ്പര് തൊള്ളേക്ക് കൊണ്ടായ മൂപ്പര് സാധനം ഇങ്ങനെ വെച്ച് കക്കൂസിന്റെ കാര്യം പറയുമ്പോൾ പിന്നെ അതിന് ശേഷം പിന്നെ മൂപ്പര് ആ 2 കുബൂസ് കഴിക്കാൻ വേണ്ടി മാത്രം ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല. ആള് കടത്തൂരുള്ള ആളാണ്, പേരൊന്നും പറയണില്ല. എന്നാലും ഇടക്കിടക്ക് കാണുമ്പോ ഇങ്ങനെ ഓർമ്മ വരും മൂപ്പരനെ.